നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചെറിയ കാറിന്റെ ചാവി ഇതിൽ വെക്കോ. എനിക്ക് വേണ്ട. അയ്യോ, പിന്നെ എങ്ങനെ ഗൗതം ഓഫീസിൽ പോവും? അത് നീ അറിയേണ്ട ആവശ്യമില്ല. ചിലപ്പോ ഞാൻ നടന്നു പോയിന്നിരിക്കും. അതെ അതെ, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എല്ലാം സമമാണെന്ന്. ഒരു കാര്യം ചെയ്യ്, സാർ നടന്ന് തന്നെ ഓഫീസിലേക്ക് പൊയ്ക്കോ. ശിവാനി, ഞാൻ പ്രണവിനെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇവിടെ നടക്കുന്ന അന്യായങ്ങളും വല്ലതും പ്രണവ് അറിയുന്നുണ്ടോ? ഒന്നുമില്ല. നമുക്ക് അമ്പലത്തിൽ പോവാനായിട്ട് ഗൗതമനോട് ഞാൻ ഈ കാർ ഒന്ന് തരുമെന്ന് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നെ ഇനി പറയാനൊന്നുമില്ല. അവസാനം ശപിച്ചോണ്ട് ഈ കീ എടുത്ത് കൈ തന്നു. എടാ, ഇവിടെ പറയുന്നത് കള്ളോ? ആര്? ഞാനോ? കള്ളം പറഞ്ഞോ? വെറുതെ പറയ പ്രണവ്. പ്രണവ് എന്നെ വിശ്വാസമില്ലേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. വലിയ കാറിൽ പോയാ അത് നമുക്ക് വലിയ അന്തസ്സായിരിക്കും പറഞ്ഞു. അതിന് ഇവരെന്തൊക്കെയാ എന്നെ പറഞ്ഞെന്നറിയോ? ഈ വീട്ടിലെ കാറല്ലേ ഇത്? എല്ലാവർക്കും ഇത് ഉപയോഗിക്കാനുള്ളതല്ലേ? പ്രണവിനും ഇത് ഉപയോഗിക്കാലോ. അതിലിപ്പോ എന്താ തെറ്റ്? അതില് തെറ്റൊന്നുമില്ല. എന്നാലും നീ ചേട്ടനോട് നടന്ന് ഓഫീസിൽ പോവാൻ പറയോ ശിവാനി? നോക്ക് ശിവാനി, ഞങ്ങൾക്കിടയിലെ പല പ്രശ്നങ്ങളും കാണും എന്ന് കരുതി എന്റെ ചേട്ടൻ എന്റെ ചേട്ടനല്ലാതെ ആവത്തില്ല, കൂടപ്പറപ്പല്ലാതെ ആവത്തില്ല. ചേട്ടനെ നടത്തി ഓഫീസിൽ വിട്ടിട്ട് ഞാൻ കാറിൽ കയറി പോണോ? കൊള്ളാലോ നിന്റെ ചിന്ത. ഞങ്ങൾക്കിടയിലെ ചിലപ്പോ വഴക്കുണ്ടായെന്നിരിക്കും, മുഖം കറുത്ത് സംസാരിച്ചെന്നും ഇരിക്കും. എന്ന് കരുതിയേ എന്റെ കൂടപ്പിറപ്പ് ഒരിക്കലും എന്റെ ശത്രു ആവൂല. നീ ചേട്ടനോട് മോശം ഭാഷയിൽ സംസാരിക്കുന്നത് എപ്പോഴും ഞാൻ കേട്ടോണ്ടിരിക്കുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ വിവാഹത്തിന്റെ കാര്യം വന്നപ്പോ ചേട്ടൻ ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ശരി തന്നെയാ. അതിന് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായും കാണും. എന്ന് കരുതി ആ പക ഒരിക്കലും ഞാൻ മനസ്സിൽ വെച്ചോണ്ടിരിക്കത്തില്ല. ചേട്ടന്റെ മനസ്സിലതൊന്നും കാണത്തില്ല. ഏട്ടത്തി പാലിൽ ചിലപ്പോ ഉറക്കുളിയെ കലർത്തി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. എന്ന് കരുതി അതേ നാണയത്തിൽ തന്നെ നമ്മൾ തിരിച്ചടിക്കണമെന്നുണ്ടോ? അങ്ങനെ ചെയ്താ ഏട്ടത്തി നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസം? നമുക്ക് അമ്പലത്തിൽ പോനെ, ചെറിയ കാറ് മതി. ഒന്നും പറയണ്ട, ചേട്ടന്റെ വണ്ടിയുടെ ചാവി വിടും. ചാവി തിരിച്ചു കൊടുത്താൽ മാത്രം പോരാ. നീ ചേട്ടനോട് മോശമായിട്ട് സംസാരിച്ചത് വലിയ തെറ്റാണ്. അതിന് നീ ക്ഷമയും ചോദിക്കണം. ഒന്നും പറയണ്ട. ഈ വീട്ടിലെ മറ്റാൾക്കാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാനാണ് നോക്കേണ്ടത്, അല്ലാതെ ഓരോ കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാനല്ല. സോറി പറ ശിവാനി. സോറി പറ. സോറി ചോദിക്ക് ശിവാനി. ശിവാനി ഒരു ആഗ്രഹം കൊണ്ട് കാറ് ചോദിച്ചൊന്ന് കരുതി അതിന് സോറി പറയേണ്ട കാര്യം എന്താ? ഏട്ടത്തി ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റിന് ഏട്ടത്തെയും കൊണ്ട് സോറി പറയുകയും ചെയ്തു. സോറി പറ ശിവാനി. സോറി. അതെ, എന്നെ കൊണ്ട് പറയിച്ചതുപോലെ എന്തിനാ സോറി പറയുന്നതെന്ന് കൃത്യമായിട്ട് പറയണം. അങ്ങനെ വേണം, പറ. ഗൗതമനോട് മോശമായിട്ട് സംസാരിച്ചതിന് സോറി.
ഇനി ആ കാറിന് ചാവി വിടും. ചാവി വാങ്ങിക്കട്ടോ. വാങ്ങും മോനെ. ചേട്ടാ ഓഫീസിൽ പോകാൻ നോക്ക്. അതെ, നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴേ ഇന്ന കാറിൽ ചെന്നാലേ ബഹുമാനം കിട്ടൂ എന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് കാറിൽ ചെന്നാലും നമ്മുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും ആളുകൾ ബഹുമാനിക്കുന്നത്. പിന്നെ സ്വഭാവം ശരിയല്ലെങ്കിൽ ഇങ്ങനെ നാണം കിട്ടു നിൽക്കേണ്ടി വരും കേട്ടോ. മോളെ, ഒന്നിങ്ങ് വന്ന് കാര്യം പറയട്ടെ. നീങ്ങ വാ. ദേ മോളെ, കഥ കടച്ചേ. എന്താ ഇപ്പൊ ഈ നടന്നതൊക്കെ കണ്ടിട്ടേ സത്യമാണോ സ്വപ്നാണോ എന്തോ വല്ലാത്ത സന്തോഷം. അമ്മ എന്തിനാ എന്നെ നുള്ളിയത്? ഞാൻ സ്വപ്നം കണ്ടതാണെന്ന് നോക്കിയതാ. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാനേ എന്നെ നുള്ളിയാ പോരാ. ഞാൻ അമ്മ വേണം നുള്ളട്ടെ. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, എല്ലാം സത്യം തന്നെ. എനിക്കത് മനസ്സിലായി. ആ ശിവാനിയുടെ കുത്തിത്തിരിപ്പിപ്പെട്ട് എന്റെ മോന്റെ മനസ്സ് മൊത്തം മാറിപ്പോയെന്നാ ഞാൻ കരുതിയത്. എന്റെ ചാമുണ്ടീശ്വരി, നീ കാത്തു. ദൈവം ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. പ്രണവിന്റെ മനസ്സങ്ങ് പൂർണ്ണമായിട്ടും കൈവിട്ട് പോയിട്ടില്ല മോളെ. അമ്മയുടെ ഈ സന്തോഷം കാണുമ്പോഴേ അമ്മ എത്രത്തോളം വിഷമിച്ചു എന്ന് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. പ്രണവ് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. തെറ്റാണ് നീ ചെയ്തതെന്ന് അവൻ ശിവാനിയുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? അവൾ ആകെ പതറിപ്പോയി. സത്യം. കാറ് വെച്ച് പുതിയൊരു നാടകം കളിക്കാന്ന് കരുതി ഇറങ്ങി വന്നതായിരുന്നു ശിവാനി. പക്ഷെ പ്രണവായിട്ട് തന്നെ എല്ലാം പൊളിച്ചടക്കി കൊടുത്തു. ചെയ്യാത്ത തെറ്റിന് നിന്നെ കൊണ്ട് അവള് മാപ്പ് പറയിപ്പിച്ചില്ലേ? ദൈവം അതിനൊരു തിരിച്ചടി കൊടുത്തു എന്ന് കരുതിയാ മതി. അതാ ഞാൻ പറഞ്ഞത്, മുകളിലിരുന്ന ദൈവം എല്ലാം കാണുന്നുണ്ടെന്ന്. പക്ഷെ ആദ്യ രാത്രിയിൽ കുടിക്കാൻ കൊടുത്ത പാലിൽ ഉറക്ക ഗുളിക കലർത്തിയത് ഞാനാണെന്നാണ് പ്രണവ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതാ എന്റെ വിഷമം. നീ സങ്കടപ്പെടാതിരിക്കുമോളെ. പതുക്കെ പതുക്കെ എല്ലാ നേരം പ്രണവിന് ബോധ്യപ്പെടും. അമ്മയും അച്ഛനും ചേട്ടനും ചേട്ടത്തെയും പറഞ്ഞതായിരുന്നു നല്ല കാര്യങ്ങളെന്ന് അവന് മനസ്സിലാവും. അങ്ങനെ ഒരു കാലം വരും മോളെ. പക്ഷെ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പാക്കയുള്ള വിഷപ്പാമ്പ അവൾ. തോറ്റു പിന്മാറിയെന്ന് കരുതി മാളത്തിൽ പോയി ഒളിക്കുന്ന കരുതണ്ട. അവൾ അടുത്ത പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. തരം കിട്ടിയ പതിയിരുന്ന് ഇനിയും കൊത്തും. അമ്മ വിഷമിക്കാതിരിക്കാൻ അവൾ എത്രയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചാലും നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാമെന്ന് ശിവാനി കരുതണ്ട. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. പ്രണവിനെ കൊണ്ട് വസുന്ധരാന്റെ ശിവാനിയെ കല്യാണം കഴിപ്പിച്ചത് തന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാ. പക്ഷേ ഇന്ന് പ്രണവ് റിവേഴ്സ് അടിച്ചത് അവർക്കൊരു വലിയ തിരിച്ചടിയായിട്ടുണ്ട്. പ്രണവിനെ തിരിച്ച് നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ നമ്മൾ വിജയിച്ചു. എല്ലാം പഴയപടിയാവും. അതിനൊരു വഴി ഞാൻ ആലോചിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം മോളെ, എന്നാലൊരു സമാധാനം കിട്ടൂ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. പ്രണവിനെ എത്രയും പെട്ടെന്ന് നമ്മളെല്ലാം ബോധ്യപ്പെടുത്തും. അവൻ തന്നെ ശിവാനിയെ തിരികെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്യും. എന്താ അതുപോരെ? അമ്മ ഇപ്പൊ കാണിച്ച ഈ സന്തോഷമില്ലേ, ആ സന്തോഷത്തോടെ തന്നെ ഇരുന്നോ. എല്ലാം നേരെയാവും. ഞാൻ പോട്ടെ അമ്മ. ആന്റി, നാണം കെട്ടുമെന്ന് പറഞ്ഞ ഇതിൽ കൂടുതലൊരു നാണക്കേട് വരാനില്ല. പ്രണവ് ഇങ്ങനെ കാലും മാറുമെന്ന് ഞാൻ കരുതിയില്ല ആന്റി. ഈ പ്രണവിന് പെട്ടെന്ന് എവിടുന്ന ഈ സഹോദര സ്നേഹം വന്നത്?
ഒരു കാര്യമില്ലാതെ രാവിലെ പോയി മാപ്പിരക്കേണ്ടി വന്നു. എല്ലാം കാട്ടിക്കൂട്ടി വെച്ചിട്ട് സ്വയം അപമാനം തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. എടി, ഇത്രയും കാലം നിന്റെ ഓരോ വാക്കിനും തലയാട്ടിക്കൊണ്ടിരുന്ന ആളായിരുന്നു പ്രണവ്. എങ്ങനെ ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത്? അതല്ലേ ഞാനും ചോദിക്കുന്നത്.